ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴി ഓർത്തോർത്തു പോവണം. മുള്ളു പതിച്ചൊരാവേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ നടക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴി ഓർത്തോർത്തു പോവണം. മുള്ളു പതിച്ചൊരാവേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ നടക്കണം. കണ്ടതെല്ലാം ഒന്നു കാണണം, കണ്ടതിൻ വാസ്തവമെന്തെന്നറിയണം. ആരാണു നേരെന്നറിയണം. നേരിൻ്റെ വിലയറിഞ്ഞൊരു വാക്കുരയ്ക്കണം. ആരാണു നേരെന്നറിയണം. പൊരുതും സഖാവിൻ്റെ സിരകളിൽ ഉയരുന്ന തീപ്പന്തമായി ചുവയ്ക്കണം. ഇനിയൊന്നു തിരികെ നടക്കണം. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെടുന്നവന്റെ ശബ്ദമായി കമ്മ്യൂണിസം മുഴങ്ങിക്കേട്ടു. പട്ടിണിപ്പാവങ്ങളുടെയും പാവപ്പെട്ട തൊഴിലാളികളുടെയും പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുവാനുള്ള ഒരു ആയുധമായി മാറിയിരിക്കുന്നു. തങ്ങളാണ് നേതാക്കന്മാർ, ആ തങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല. തങ്ങൾ പറയുന്നത് മാത്രം ശിരസ വഹിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ന്യായീകരണ തൊഴിലാളികളായി മാറുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നു. പാവപ്പെട്ടവരുടെ നിന്നും തൊഴിലാളികളിൽ നിന്നും അകന്നുപോയിരിക്കുന്ന ഒരു കമ്മ്യൂണിസത്തെ നമുക്ക് കാണാം. ഇന്ന് നാടുകളിൽ എവിടെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അനീതിക്ക് കൂട്ടുനിൽക്കുക എന്നതാണ് ചില സഖാക്കളുടെ തൊഴിൽ. അവർക്ക് വേണ്ടി ന്യായീകരണ തൊഴിലാളികളായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും നിരന്തരം വേട്ടയാടപ്പെടുന്നു. അങ്ങനെ അടിമകളായി കഴിയുന്ന ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു.